കഴിഞ്ഞ് 3 കൊല്ലമായിട്ട് നമ്മൾ നടത്തി വരുന്ന ഈ സംഗമം, ഇതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിച്ചവരുമായിട്ട് കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മൾ സംവദിക്കുകയുണ്ടായി. അതിൽ നിന്ന് ഒരു കാര്യം നമ്മൾ അറിഞ്ഞാൽ എന്തിനാണ് നടത്തുന്നത്, അടുത്ത 8 മണിക്കൂർ ഈ സംഗമത്തിൽ ഇരിക്കുമ്പോൾ എന്ത് പ്രതീക്ഷിക്കണം എന്ന് പലരും ചോദിച്ചിരുന്നു. അപ്പോൾ അത് കൃത്യമായ ഉത്തരം തരാൻ ശ്രമിക്കുകയാണ്. 2 മിനിറ്റിൽ കൂടുതൽ എടുക്കില്ല. ഇന്ന് ലോകം മുഴുവൻ കഴിഞ്ഞ 2010 മുതൽ 2019 വരെ ഉള്ള 10 കൊല്ലക്കാലം എത്രമാത്രം കണ്ടന്റ് ഡാറ്റ ജനറേറ്റ് ചെയ്തു ലോകം മുഴുവൻ, അത് കഴിഞ്ഞ 2021-22 കാലത്തുള്ള അതിലും കൂടുതൽ ഡാറ്റ ജനറേറ്റ് ചെയ്തു, കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തു. കഴിഞ്ഞ 2024 ഡേറ്റ നോക്കിയാൽ അതിൽ കൂടുതൽ, ആ കഴിഞ്ഞ 10 കൊല്ലവും ഇന്നത്തെ 2 കൊല്ലം കൂടി ചേർന്നതിൽ കൂടുതൽ ഡാറ്റ നമ്മൾ ജനറേറ്റ് ചെയ്തു. ഇന്നലെ 402 ദശലക്ഷം ടെറാബൈറ്റ് ഡാറ്റയാണ് ജനറേറ്റ് ചെയ്തത്. അതിനർത്ഥം 1 ടെറാബൈറ്റ് ഒരു സാധാരണ സ്റ്റാൻഡേർഡ് മൂവി, സ്റ്റാൻഡേർഡ് ഡെഫിനിഷനിലെ ഒരു മൂവി 1000 മൂവിയാണ് 1 ടെറാബൈറ്റ്. അങ്ങനത്തെ 402 ദശലക്ഷം ഡാറ്റ ടെറാബൈറ്റ് ജനറേറ്റ്. അതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് ഒരു 20-25% ഇന്ത്യയിൽ നിന്നുള്ളതാണ്. ഇന്ത്യയാണ് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ഡാറ്റ വോള്യൂം ജനറേറ്റ് ചെയ്യുന്ന കൺട്രി. ചൈനയെ നമ്മൾ 6-7 മാസത്തിന് മുമ്പ് നമ്മൾ ഓവർടേക്ക്, നമ്മൾ ഇന്ന് ഏറ്റവും വലിയ ഡാറ്റ ജനറേറ്റ് ചെയ്യുന്ന രാജ്യമാണ്. അതിൻ്റെ ഒരു 4-5% ആണ് കേരളം ജനറേറ്റ് ചെയ്യുന്നത്. അതായത് 20,000 ടെറാബൈറ്റ് ഡാറ്റയാണ് നമ്മൾ ഒരു ദിവസം ജനറേറ്റ്, കേരളത്തിൽ ഒരു ദിവസം നമ്മളെല്ലാവരും കൂടി ഉപയോഗിക്കുന്നത്. അതിൻ്റെ അർത്ഥം 2 കോടി സിനിമയ്ക്ക് വേണ്ട കണ്ടന്റ് നമ്മൾ കാണാൻ ഏതെങ്കിലും രീതിയിൽ, ചെറിയ ഫോണിലായിരിക്കും, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സ്ക്രീനിലായിരിക്കും, അല്ലെങ്കിൽ വലിയ സ്ക്രീനിലായിരിക്കും. ഈ ഡാറ്റ ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് അധികം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്, ഇവിടെയുള്ള എല്ലാവരും കൂടി ചെയ്യുന്നതാണ്. പിന്നെ പറയുന്നത് നമ്മൾ കഴിഞ്ഞ ഒരു 10-15 കൊല്ലം കൊണ്ട് ന്യൂസ് പേപ്പർ, പ്രിന്റ് മീഡിയയുടെ താഴത്തേക്കുള്ള പ്രിന്റ് ചെയ്യുന്നത് ഏതാണ്ട് 16-23% വരെ കുറഞ്ഞു. പക്ഷെ ആ പ്രിന്റ് മീഡിയ ഓൺലൈൻ ഡിജിറ്റലിലേക്ക് പോയിട്ട് അതിന്റെ കണ്ടന്റ് 300-400% വളർന്നു. അത് വായിക്കുന്നത് പ്രിന്റ് മീഡിയയിൽ നിന്ന് ഡിജിറ്റൽ മീഡിയയിലേക്ക് പോകുമ്പോൾ ഈ ഡിജിറ്റൽ മീഡിയ സോഷ്യൽ മീഡിയയുടെ ഭാഗമാണ്. അപ്പൊ സോഷ്യൽ മീഡിയയുടെ വലിപ്പം പിന്നെയും കൂടുന്നു. പറഞ്ഞു വരുന്നത്, ഈ സോഷ്യൽ മീഡിയയിൽ നാം ഓരോരുത്തരും എഴുതുന്ന കാര്യങ്ങൾ പുറത്ത് മനുഷ്യർ കണ്ട് വായിച്ച് ഇഷ്ടപ്പെടണമെങ്കിൽ അതിന് ചില ദിശാബോധം വേണം. അത് റിലവൻ്റ് ആയിരിക്കണം, പ്രസക്തമായിരിക്കണം, സമൂഹത്തിന് വേണ്ടുന്നതായിരിക്കണം, അത് റിയലായിരിക്കണം, സത്യമായിരിക്കും, യാഥാർത്ഥ്യമായിരിക്കണം. അസത്യമായിട്ട് ഒന്നും പറയാൻ വേണം. പണ്ട് 1938 ഏതെങ്കിലും ന്യൂസ് പേപ്പറിൽ എന്തെങ്കിലും അച്ചടിച്ച് വന്നാൽ ഇന്ന് എറണാകുളം ലൈബ്രറി ചെന്നാൽ അത് കാണാൻ പറ്റും. ആ തെറ്റ് ആർക്കും തിരുത്താൻ പറ്റില്ല. ഡിജിറ്റൽ മീഡിയയിൽ ഒരു തെറ്റ് വന്നാൽ അത് മാറ്റാം, അത് തിരുത്താം, ശരിയായ ഇൻഫർമേഷൻ നമുക്ക് കൊടുക്കാം. അതാണ് നേരത്തെ സംസാരിച്ചത്. നമുക്ക് കുറേ അസത്യങ്ങൾ സത്യങ്ങളാക്കി മാറ്റേണ്ടതുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്വം ഈ സമൂഹത്തിൽ നമുക്ക് ആണുള്ളത്. അങ്ങനെ ഒരു ദിശാബോധം, അങ്ങനെ ഒരു ലക്ഷ്യബോധം, അങ്ങനെ ഒരു ഡയറക്ഷൻ തരാനാണ് മഹത്തുക്കൾ ഇവിടെ വന്നിരിക്കുന്നത്. അവരുടെ വിശാലമായ പരിചയവും അവരുടെ വിശാലമായ കാഴ്ചപ്പാടും ഈ കഴിഞ്ഞ 8 മണിക്കൂറിനുള്ളിൽ, അടുത്ത 8 മണിക്കൂറിനുള്ളിൽ നമുക്ക് കിട്ടും. അതായിരിക്കണം ഇതിൽ നിന്ന് നിങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആയിട്ടുള്ള, നമ്മൾ ആദ്യം പറഞ്ഞു, അത് റിയലായിരിക്കണം, അത് റിലവൻ്റ് ആയിരിക്കണം, അതേപോലെ റെസ്പോൺസിബിൾ ആയിരിക്കണം, ഉത്തരവാദിത്വം. ഇത് ആദ്യത്തെ 2 ആണെങ്കിൽ പോലും അത് വേറൊരാൾക്ക് വിഷമം ഉണ്ടാക്കുന്നതോ മറ്റൊരാളുടെ ബിസിനസ്സിനെ എഫക്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിൻ്റെ സെക്യൂരിറ്റി എഫക്ട് ചെയ്യുന്നതാണെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കണം. അങ്ങനെ 3ാമത്തെ R എന്ന് പറയുന്നത് റെസ്പോൺസിബിൾ കൂടി അതിൽ കൂട്ടിച്ചേർത്ത് വായിക്കണം. വളരെ ശ്രദ്ധയോടുകൂടി ഇത് നമ്മൾ ഈ 7 മണിക്കൂർ സ്പെൻഡ് ചെയ്യണം. നമ്മൾ ഇപ്പം പറഞ്ഞ സമയത്തിനുള്ളിൽ കേരളത്തിൽ 5 ലക്ഷം സിനിമയ്ക്ക് വേണ്ട കണ്ടന്റ് ഉപയോഗിച്ച് കഴിഞ്ഞു. അതാണ് ഇത്രയും കഴിഞ്ഞ 20-30 മിനിറ്റിൽ. അപ്പോൾ എത്രമാത്രം വലിയ ഒരു ഏരിയയിലാണ്, വലിയൊരു സ്കോപ്പിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി മുമ്പോട്ട് പോവുക. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ